നമസ്കാരം. ഭാരതീയം ന്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. BJP MLA-മാർ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. നിയമസഭയിൽ ഓരോ മലയാളിക്കും വേണ്ടി ശബ്ദമുയർത്താനും വികസിത കേരളം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാനും ഞാൻ ഇനി മുന്നിലുണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. നിയമത്തിന്റെ MLA-ആയി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കാൻ സാധിച്ചതിൽ ഏറെ അഭിമാനമുണ്ട്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖർ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. കഴക്കൂട്ടത്തിന്റെ വികസനം സാധ്യമാക്കാൻ ശ്രീ V. മുരളീധരൻ നിയമസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. ശ്രീ V. മുരളീധരൻ. V. മുരളീധരൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ശ്രീ BB ഗോപകുമാർ. BB ഗോപകുമാർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. BJP MLA-മാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നിയമസഭയിലെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി മുതിർന്ന BJP നേതാവും കേരള നിയമസഭയിലെ ആദ്യ BJP അംഗവുമായ O. രാജഗോപാലിനെ സന്ദർശിച്ച് നിയുക്ത നേമം MLA കൂടിയായ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അനുഗ്രഹം തേടി. നേമത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനായി പൂർണ്ണ ഉത്തരവാദിത്തത്തോടെയും അർപ്പണബോധത്തോടെയും നിലകൊള്ളുന്നതിനൊപ്പം വികസിത നേമവും വികസിത തിരുവനന്തപുരവും വികസിത കേരളവും യാഥാർത്ഥ്യമാക്കാൻ കഠിനാധ്വാനം ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ. നേമത്തിന്റെ MLA-ആയി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കാൻ സാധിച്ചതിൽ ഏറെ അഭിമാനമുണ്ട്.
സർക്കാർ അധികാരത്തിലെത്തി 3 ദിവസമായിട്ടും വകുപ്പ് വിഭജനം പൂർത്തിയാക്കാൻ കഴിയാത്തത് ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ കടുത്ത സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങിയതാണെന്ന് ശ്രീ വി മുരളീധരൻ MLA. സാധാരണ ആഭ്യന്തരമന്ത്രിക്ക് ലഭിക്കാറുള്ള 2ാം സ്ഥാനം VD സതീശൻ സർക്കാർ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിക്ക് നൽകിയിരിക്കുന്നു. മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയെ 3ാം സ്ഥാനത്തേക്ക് തള്ളിയത് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നും വി മുരളീധരൻ ചോദിച്ചു. വന്ദേമാതരത്തെ അപമാനിക്കുന്ന CPIM നിലപാട് അംഗീകരിക്കാനാവില്ല. പണ്ട് ബ്രിട്ടീഷുകാരാണ് വന്ദേമാതരത്തെ എതിർത്തതെങ്കിൽ ഇന്ന് ആ ജോലി CPM ഏറ്റെടുത്തിരിക്കുകയാണെന്നും മുരളീധരൻ പറഞ്ഞു. ഭൂരിപക്ഷ സമുദായ നേതാക്കളോടുള്ള സതീശന്റെ ശത്രുതാ മനോഭാവം അവസാനിപ്പിക്കണമെന്നും വി മുരളീധരൻ ആവശ്യപ്പെട്ടു. ശബരിമലയിലെ നാമജപ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഭക്തർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ BJP ഉറച്ചു നിൽക്കുകയാണെന്നും മുരളീധരൻ പറഞ്ഞു. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കാനുള്ള തീരുമാനം സ്വാഗതാർഹമാണ്. പക്ഷേ സമരത്തിന്റെ പേരിൽ ജനങ്ങൾക്കെതിരെ എടുത്ത കേസുകൾ കൂടി പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി NDAയുടെ 3 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് സഭാംഗങ്ങളായി ചുമതലയേറ്റിരിക്കുകയാണ്. ഈ വിജയത്തിന് വഴിയൊരുക്കിയ കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ നന്ദി പറയുന്നതായും മുരളീധരൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വിഭാവനം ചെയ്യുന്ന വികസിത ഭാരതം എന്ന സ്വപ്നത്തിലേക്ക് കേരളത്തെ നയിക്കാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കും. ജനങ്ങളുടെ ശബ്ദമായി ഞങ്ങൾ സഭയ്ക്കകത്ത് പ്രവർത്തിക്കുമെന്നും വി മുരളീധരൻ പറഞ്ഞു. ഇന്ന് കേരള നിയമസഭാ ചരിത്രത്തിൽ NDAയ്ക്ക് ഏറെ പ്രധാനപ്പെട്ട ദിവസമാണെന്ന് വി മുരളീധരൻ പറഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഭാരതീയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.